കുട്ടിഗ്രഹം എന്നൊക്കെ പറയാം. ഈ ഛായാഗ്രഹങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹങ്ങൾ തന്നെയാണ്. എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് അയാൾ പോലും അറിയാതെ ഒരു ദിവസം അയാൾ പെട്ടെന്നങ്ങാവും. അതാണ് രാഹു. ഇവിടെ നമ്മളിപ്പോൾ എല്ലാം ഉപയോഗിക്കുന്നത് നെറ്റ് വഴിയല്ലേ. അപ്പൊ നെറ്റിനെയൊക്കെ സ്വാധീനം രാഹുവിനാണ്. ശനി മോശാവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലൊക്കെ പിടി വീഴും. അല്ല, രാഹുവിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുള്ള ആളെന്ന് പറയുന്നത് ദുർഗായാണ്. മറ്റേത് നമ്മൾ തെറ്റിനെ അവർ മറികടന്ന് രാഹു അവർക്ക് കൂടുതൽ ധൈര്യം കൊടുക്കും. കേതുർ ദശയാണെന്ന് വിചാരിച്ചു. കേതു അട്ടർലി ഡിഫറെൻ്റ് ആണ് രാഹുവിനെക്കാട്ടിലും. നമ്മൾ അതേവരെ തുള്ളിച്ചാടി നടന്നൊരു വ്യക്തിക്ക് ഈ സമയം വരുമ്പോഴത്തേക്ക് ഇതിലൊന്നും വലിയ കഴമ്പില്ല എന്ന് തോന്നുന്ന കുറേ ലെസൺസ് നമ്മളറിയാതെ നമ്മൾ പഠിക്കപ്പെടുന്നൊരു കാലം. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വെളിച്ചമേകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷിയായ ജ്യോതി സത്യനാണ്. മാഡം നമസ്കാരം. ജ്യോതിഷത്തിലുള്ള രണ്ട് കുട്ടി ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകാനുള്ള സാധ്യത? കുട്ടിഗ്രഹം എന്നൊക്കെ പറയാം, പക്ഷേ ഈ ഛായാഗ്രഹങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിവുള്ള ഗ്രഹങ്ങൾ തന്നെയാണ്. പിന്നെ അത് തന്നെയല്ല, അവർ നല്ല ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആരൊക്കെയോ ആക്കാനായിട്ടുള്ള കഴിവ് ഉള്ള ഗ്രഹങ്ങളും കൂടിയാണ്. അതിൽ ഏറ്റവും ശക്തൻ രണ്ടുപേരും ശക്തന്മാരാണ്. എന്നാലും നമ്മുടെ ഒരു സാധാരണ ലൈഫിൽ സാധാരണ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ ഒരു വ്യക്തിക്ക് രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് വരുമ്പം അവർ സാധാരണ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന നല്ല ജോലി, അല്ലെങ്കിൽ വിദേശത്ത് പോയി ഒരു നല്ല കമ്പനിയിൽ ജോലി നോക്കണം, IT കമ്പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലോട്ടറി എടുത്ത് അല്ലെങ്കിലും കിടിക്കണം മണി. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ രാഹു 3 ശക്തമായിട്ടുള്ള സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത്. 3, 6, 11 ഭാവങ്ങളിലൊക്കെ നിൽക്കുക. അത് മകരം, കുംഭം രാശികളിൽ, അതുപോലെ രാഹുവിന് ബലമുള്ള രാശികളിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റു കോമ്പിനേഷൻസും കൂടി നോക്കണം. എന്നാൽ പോലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ രാഹുവിൻ്റെ ദശാകാലങ്ങളിലൊക്കെ വരുമ്പം തീർച്ചയായിട്ടും ആ വ്യക്തി ഒന്നെങ്കിൽ അയാൾക്ക് ആഗ്രഹം പുറത്തേക്ക് പോകാനാണെങ്കിൽ അങ്ങനെ, ഇനി അതിനകത്തോട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇല്ലേ, ചിലപ്പോൾ ചുമ്മാ നടക്കുന്നവരായിരിക്കും, വലിയ ഒരു ശ്രദ്ധയൊന്നും ഇല്ലാതെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു തല കാണുന്ന ആളായിരിക്കും. പെട്ടെന്ന് അയാളുടെ പേര് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു ഇൻസിഡൻറ്റ് വന്നു പെടുകയും പിന്നീട് അയാൾ പോലും അറിയാതെ അയാൾ ഒരു ലീഡറായി മാറുകയും പ്രശസ്തി വളരെ അങ്ങോട്ട് വരും. അതായത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് അയാൾ പോലും അറിയാതെ ഒരു ദിവസം അയാൾ പെട്ടെന്നങ്ങാവും. അതാണ് രാഹു. രാഹു നല്ല പോലെ നിന്നാലേ രാജകീയമായ സുഖങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരും. അപ്പം നല്ലതല്ലേ. പക്ഷേ അതുകൊണ്ട് നമ്മൾ രാഹു കൊള്ളാമെന്ന് വിചാരിക്കുകയും വേണ്ട. രാഹു മോശമായിട്ട് നിൽക്കുന്ന സ്ഥലമാണെന്ന് വിചാരിച്ചു. പിന്നെ രാഹു എത്ര നല്ലതാണെന്ന് പറഞ്ഞാൽ രാഹുവാണ്. അപ്പോൾ രാഹുവിൻ്റെതായ കുറേ ആശ്രികമായ ഗുണങ്ങളൊക്കെ പുള്ളിയുണ്ട്. കുറേ അംബീഷൻ നമുക്ക് തരും, കുറേ ആഗ്രഹങ്ങൾ, ഡിസയറാണ് ഭയങ്കരമായിട്ട്. അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ കയ്യിൽ പൈസ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ കൂടും, കൂടുതൽ. അപ്പോൾ ചിലപ്പം ഷോർട്ട് കട്ടുകളൊക്കെ നമ്മൾ തേടും പൈസ ഉണ്ടാക്കാൻ. അത് രാഹു ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണോ അതോ രാഹു ഏതെങ്കിലും ഗ്രഹങ്ങളിൽ? രാഹുവിനെ ആസ്പെക്ട് ചെയ്യുന്നത് ആരാണെന്നൊക്കെ അവിടെ പ്രധാന ഘടകങ്ങളാണ്. ഗുളികനെ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരാണ് നോക്കുക. രാഹു ശരിക്കും ഗുരുവിൻ്റെ കൂടെയൊക്കെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര മോശമാണെന്ന് പറഞ്ഞാലും വീട്ടിൽ നല്ലൊരു അച്ഛനൊക്കെ ഭയങ്കര കർക്കശക്കാരനായിട്ടുള്ളൊരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ഗുരു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര മോശം കുറച്ചൊക്കെ എന്തെങ്കിലും വികടത്തരങ്ങൾ കാണിക്കണമെന്ന് പറഞ്ഞാലും പുള്ളിയുടെ മുമ്പിൽ നമ്മളൊന്ന് ഒതുങ്ങുമല്ലോ. അപ്പം അതേപോലെ രാഹുവിൻ്റെ കോമ്പിനേഷൻ അവിടെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. എന്നാൽ പോലും രാഹുർദശ നടക്കുന്ന പ്രത്യേകിച്ച് ടീനേജുകാർക്ക്, അപ്പോൾ അവർക്ക് ഈ ഇലക്ട്രോണിക് ഐറ്റംസിനോട് രാത്രികാലം ഇതൊക്കെയാണ് രാഹുവിൻ്റെ ആ ഒരു ചാർജ് ചെയ്യപ്പെടുന്ന സമയമാണ്. അതൊക്കെ ആ പ്രായത്തിലുള്ള കുട്ടികളാകുമ്പോൾ തന്നെ സ്പീഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇൻ്റർനെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് കലിയുഗം രാഹുവിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള പ്രിയപ്പെട്ട ഇതാന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ എല്ലാം ഉപയോഗിക്കുന്നത് നെറ്റ് വഴിയല്ലേ. അപ്പം നെറ്റിനെയൊക്കെ സ്വാധീനം രാഹുവിനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ രാഹു നല്ല രീതിയിലൊക്കെ നിൽക്കുന്ന 10 നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മേ ബി അയാൾ പിന്നെ നല്ല ഒരു കലാകാരനായിട്ട് പെട്ടെന്ന് ചിലപ്പോൾ നന്നായിട്ടൊന്നും പാട്ട് പാടാൻ അറിയാത്ത ഒരാളായിരിക്കും, ഒരു പാട്ട് മൂളിയിട്ടുണ്ടാവും, അത്
ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ നമ്മൾ കാണുന്നില്ലേ ഒരുപാട് ആൾക്കാർ അതെ അതെ ഒന്നുമില്ലാതെ ചുമ്മാ ഇരിക്കുന്ന ആരായിരിക്കും പിന്നീട് ഏറ്റവും വലിയ ചിലപ്പോൾ യേശുദാസിൻ്റെ കൂടെ പോയിട്ട് നിന്ന് പാടാനുള്ള അവസരം കിട്ടുക. അതെ അങ്ങനെയൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്, അയാൾ പോലും വിചാരിക്കാത്ത രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാരാണെങ്കിൽ അവർക്ക് എന്ത് തോന്നും, രാഹു കുറേ ഇങ്ങനെ അംബീഷൻ ഇങ്ങനെ കൊടുത്തിട്ട് അവരെ ഇങ്ങനെ എയറിലാക്കും. അപ്പം എയറിലാകുമ്പോൾ സാധാരണ പിള്ളേരെന്ത് ചെയ്യും, അവർക്ക് തോന്നിയ പാടെ ആരെയും അനുസരിക്കാതെ രാത്രികാല യാത്രകൾ, കൂട്ടുകെട്ടുകൾ, അതുപോലെ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ ഇതിനൊക്കെ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അന്നേരമാണ് ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള സംഗതികളിലോട്ടൊക്കെ ഇങ്ങനെ മാടി വിളിക്കും. നെഗറ്റീവ് സൈഡും കൂടി ഇളകും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് രാഹു ഈ 7.5 ശനി, അതുപോലെ തന്നെ കണ്ടക ശനി, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളും രാഹുവിൻ്റെ ദശാകാലവും ഒക്കെ കൂടി വന്നു കയറുക. ശനി മോശാവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിലൊക്കെ പിടിവീഴും. അപ്പം നമ്മൾ എത്രയും ഉയരത്തിൽ പോയോ അത്രയും താഴോട്ട് നമ്മൾ വിടാനുള്ള ശക്തിയുമുണ്ട് അവർക്ക്. അപ്പം രാഹുവിൻ്റെ ദശാകാലങ്ങളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ദൈവാധീനം വർദ്ധിപ്പിക്കുക. അല്ല, രാഹുവിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുള്ള ആളെന്ന് പറയുന്നത് ദുർഗയാണ്. ശിവൻ, ദുർഗോപാസനയാണ് ഏറ്റവും. ഗണപതി ശരിക്കും കേതുവിനെ നമ്മൾ ഗണപതി ഉപാസന പറയുന്നു. രാഹുവിന് ഏറ്റവും നല്ല ദുർഗാമന്ത്രമാണ്. അപ്പം ദുർഗാദേവിക്ക് ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിയെ, സ്ഥിരമായിട്ട് ദുർഗാമന്ത്രം ഒരു പ്രത്യേക സമയത്ത് ജപിക്കുന്ന ഒരു വ്യക്തിയെ അച്ചടക്കക്കാരനാക്കും. അതിന് ദേവിക്ക് കഴിവുണ്ട്. അപ്പൊ രാഹുർ ദശ ദുർഗയാണ് ഭജിക്കേണ്ടത്. ശിവനെ ഭജിക്കുക, ഓം നമ ശിവായ, പഞ്ചാക്ഷരി, ദുർഗയെ ഭജിക്കുക. ഇപ്പൊ അമ്പലത്തിലൊന്നും പോയില്ലെങ്കിൽ ചെറിയ ഓം ദുർഗായേ നമഃ അതായാലും മതി. അതൊക്കെ ഏത് കുട്ടിക്കും ചൊല്ലാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ദുർഗ അങ്ങനെയല്ല. നമ്മൾ ആ ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ച് എനിക്ക് രാഹുർ ദശയാണെന്നുള്ളത് ഞാൻ വീട്ടിൽ മക്കളുടെ അടുത്തൊക്കെ പറയും. രാഹുർ ദശയൊക്കെ പിള്ളേർക്കാണ്. ആ സമയത്ത് ഞാൻ പറയും, എൻ്റെ മക്കളെ ഇങ്ങനെ പലതും ഒക്കെ തോന്നും കേട്ടോ, അത് രാഹു കൊണ്ടുപോകണമെന്നാണ്, നിങ്ങളെ നന്നായി മന്ത്രം ജപിച്ചോളൂ. അപ്പോൾ അവർക്കൊരു എത്ര ഇതിലോട്ട് പോകുമ്പോഴും അവരുടെ ഉള്ളിലൊരു പിടുത്തം വീഴും. അവർ ഇതിങ്ങനെ തെറ്റാണല്ലോ എന്നുള്ള ആ തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടും. മറ്റേത് നമ്മൾ തെറ്റിനെ അവർ മറികടന്ന് രാഹു അവർക്ക് കൂടുതൽ ധൈര്യം കൊടുക്കും. അസാധാരണ ധൈര്യത്തിലേക്ക് പോകും അവർ. അപ്പം ചിലപ്പോൾ കൂട്ടുകാർ വിളിച്ചാൽ കൂട്ടുകൂടലുകൾ, അതുപോലെ ഷോർട്ട് കട്ടിലൂടെ പൈസ ഉണ്ടാക്കാൻ, ഫേമസ് ആവാൻ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്യും. അതിലൊക്കെ പിടിക്കപ്പെടും. ഇപ്പം നമ്മൾ കവിത എഴുതുന്ന ആളാണെന്നോ ആരുടെയെങ്കിലും കവിതയൊക്കെ കെട്ടെടുത്തുകൊണ്ട് വന്ന് ചുമ്മായൊക്കെ അവിടെ ഇവിടെയൊക്കെ തൂക്കി വെച്ച് പെട്ടെന്ന് പിടിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇത് അവിടെ കൊണ്ടേ കൊടുത്താൽ പൈസ കിട്ടും, ഇത് ഇവിടെ കൊണ്ടേ കൊടുത്താൽ പൈസ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ ആ പൈസ എന്നിട്ട് അതിൻ്റെ മായികത അതിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ടീനേജ് എന്ന് ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപകടം കാണാതെ ടീനേജ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കടന്നു പോകുന്ന വഴിയാണത്. ആ സമയത്ത് നമുക്ക് ഈ പക്വതയില്ല. പിന്നെ ഫ്രണ്ട്സാണ് എല്ലാം, മാതാപിതാക്കളല്ല. അവരൊരു റിബലായിട്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ പെരുമാറുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ രാഹു കൂടി വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഒന്ന് ഗ്രഹനിലയൊക്കെ എടുത്തു വെച്ച് നോക്കി, അവർ ജപിച്ചിട്ടില്ല എങ്കിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് റെഗുലറായിട്ട് ദുർഗാ മന്ത്രാർച്ചന, ജയദുർഗാ മന്ത്രാർച്ചന, അങ്ങനെയുള്ള മന്ത്രാർച്ചനകളൊക്കെ ചെയ്യുക, ശിവന് ധാര നടത്തുക, അങ്ങനെയൊക്കെ ചെയ്ത് കുട്ടികളെ വായില്യം പൂജ, രാഹു കേതുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി കേതുവാണെന്ന് വിചാരിച്ചു, കേതുർ ദശയാണെന്ന് വിചാരിച്ചു, കേതു അട്ടർലി ഡിഫറെൻ്റ് ആണ് രാഹുവിനേക്കാളിലും. കേതു എപ്പോഴും നമുക്കൊരു ഡിറ്റാച്ച്മെൻറ്റ്, ഐസൊലേഷൻ, ഒരു സന്യാസിയെ പോലെ നമ്മളെ ആക്കും. അതാണ്. പിന്നെ അത് ആരുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതൊക്കെ. കേതു 7-ലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം, വിത്ത് ശുക്രൻ, അങ്ങനെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശുക്രന് നമ്മുടെ വിവാഹം, പ്രണയം, അതിൻ്റെയൊക്കെ കാരകന്. അവിടെ കേതും കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേതു എപ്പോഴും ഡിറ്റാച്ച്മെൻ്റ് ആണ് തന്നെ. കേതു എപ്പോഴും നമ്മുടെ പാസ്റ്റ് കർമ്മ അതിനെയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രണയത്തിലും വിവാഹത്തിലും ഒക്കെ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. എപ്പോഴും നമുക്ക് സന്യാസ ജീവിതമൊക്കെ വരുന്നത് അവർക്കാണോ? വേറെ കുറച്ച് കോമ്പിനേഷനും കൂടി നോക്കണം. സന്യാസി ജീവിതം ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല. സ്പിരിച്വാലിറ്റി ഐസൊലേഷൻ ആയിരിക്കും എല്ലാം. അതായത് നമ്മൾ അതേവരെ തുള്ളിച്ചാടി നടന്നൊരു വ്യക്തിക്ക് ഈ സമയം വരുമ്പോഴത്തേക്ക് ഇതിലൊന്നും വലിയ കഴമ്പില്ല എന്ന് തോന്നുന്ന, അങ്ങനെ തോന്നാം. സന്യാസി ജീവിതം വേറൊരു കോമ്പിനേഷനാണ്. അതല്ലാതെ നമ്മളെ പോലെ ഒരു വ്യക്തി കേതുർ ദശയുടെ കാലഘട്ടത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു തിരിച്ചറിവ് വരും. ഈസിലി ഇങ്ങനെ ഫ്ലോ ചെയ്തു പോകുന്ന പോലെ വരില്ല. പലപ്പോഴും നമുക്ക് കുറേ ലെസൺസ് നമ്മളറിയാതെ നമ്മൾ പഠിക്കപ്പെടുന്നൊരു കാലം.
അതാണ് രാഹു കേതു. കേതു. ഇപ്പം രാഹു ഒരു വലിയ അംബീഷ്യസ് ആയിട്ടുള്ള മൈൻഡ് തരുമ്പം കേതു ഇതൊന്നും അല്ലടാ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതാണ്. വളരെ പ്രാധാന്യമുണ്ട് അവർക്ക് രണ്ടുപേർക്കും ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതാണ് പറയാനുള്ളത്. നിസ്സാരമല്ല. ഛായാഗ്രഹങ്ങളാണ് അവർക്ക്, പ്രത്യേകിച്ച് പുറകോട്ട് തിരിയുന്നവർ. ആൻറ്റി ക്ലോക്ക് വൈസാണ് അവർ സഞ്ചരിക്കുന്നത്, ക്ലോക്ക് വൈസ് അല്ല. പ്രാധാന്യം വളരെയേറെ ഉണ്ട് അവർക്ക്. വിശദമായി വേറൊരു സമയം നമുക്കത് പറയാം. അതെ.